തനിക്കെതിരെ CPM നേതാവ് MM മണി നടത്തിയ വിവാദ പ്രസംഗത്തിൽ പ്രതികരണവുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. തന്നെ വെടിവെക്കണമെന്നും തല്ലിക്കൊല്ലണമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ MM മണിക്ക് അവകാശമുണ്ടെന്നും എന്നാൽ ഇത്തരം കാര്യങ്ങൾ കേട്ട് പേടിക്കണോ വേണ്ടയോ എന്നത് തന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണെന്നും S രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു. തനിക്ക് അവസരങ്ങൾ തന്നുവെന്ന കാര്യം നിഷേധിക്കുന്നില്ല. അവസരം തന്നപ്പോഴെല്ലാം അധ്വാനിച്ച പാർട്ടി മെച്ചപ്പെടാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാർട്ടിയിലെ മുൻകാല നേതാക്കളിൽ ചിലർക്ക് സഹിക്കേണ്ടി വന്ന കാര്യങ്ങൾ അവർക്കും തനിക്കും അറിയാം. താൻ അതൊന്നും വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പറയാൻ പോയാൽ പാർട്ടിക്ക് തന്നെയാണ് ദോഷമെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. അതിപ്പം അദ്ദേഹത്തിൻ്റെ അവകാശം വെടിവെക്കാം, അല്ലെങ്കിൽ പിന്നെ കയ്യും കാലും ഓടിക്കാം, അല്ലെ തല്ലിക്കൊള്ളാം, എന്തും വേണേലും ചെയ്യാം. ഇത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പേടിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുടക്കത്തിൽ പ്രവർത്തിക്കുന്ന കാലത്തും ഇതേ സ്വരങ്ങൾ പല സ്ഥലത്തിരുന്ന് വന്നപ്പോഴും നമ്മൾ അതിനെയൊന്നും ഭയന്നിട്ടില്ല, പേടിച്ചിട്ടുമില്ല. 3 പ്രാവശ്യം MLA ആക്കി എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടും ഒരു സ്ഥലത്തു നിന്ന് വന്നതാണോ? അതിന് മുൻപും വേറെ ആളുകൾ മത്സരിച്ചു. എന്തിനാ തൊടുപുഴയിൽ നിരന്തരം വേറെ തെരഞ്ഞെടുപ്പ് നടക്കുവാണല്ലോ. എന്നാൽ അത്രയും ശേഷിയുള്ള ആളുകളാണെങ്കിൽ അവിടെ ജയിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ധാരണയിൽ നിന്നാണ് നേതാക്കന്മാർ പറയുന്നതെങ്കിൽ 140 മണ്ഡലവും എക്കാലവും ജയിക്കേണ്ടതില്ലേ. അവസരം തന്നു എന്നുള്ളതിനെ നിഷേധിക്കുന്നില്ല. അതിനെ നന്ദിപൂർവ്വം ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി ജീവൻ നൽകിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണവും മെച്ചവും എല്ലാം കരുതലുമായി പാർട്ടിയിട്ടുണ്ട്. S രാജേന്ദ്രനെതിരെ MM മണി നടത്തിയ പ്രസംഗത്തിന് മറുപടിയുമായി BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി. S രാജേന്ദ്രൻ വന്നിരിക്കുന്നത് BJPയിലേക്കാണെന്നും BJPയിൽ ഒരാൾ വന്നാൽ എങ്ങനെ സംരക്ഷിക്കണമെന്ന നല്ല ബോധ്യമുണ്ടെന്നും N ഹരി. MM മണിയെ കൊണ്ട് നേതാക്കൾ പറയിപ്പിക്കുന്നതാണെന്നും വിരട്ടലും വിലപേശലും വേണ്ടെന്നും വെട്ടിക്കളിയും വെടിവെക്കലും കെട്ടിത്തോക്കുകളും ഇനി നടക്കത്തില്ലെന്നും രാജേന്ദ്രന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും N ഹരി പറഞ്ഞു. ഇന്ന് S രാജേന്ദ്രൻ BJP അതുകൊണ്ട് BJPയിലെ ആളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി എന്തെങ്കിലും ബോധ്യക്കുറവുണ്ടെങ്കിൽ പിണറായി വിജയനോടോ നിങ്ങളുടെ സെക്രട്ടറി ഗോവിന്ദനോടോ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത് നേതാക്കന്മാര് MM മണിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് MM മണിയുടെ മറ്റേ പണി എന്ന് പറയുന്ന പണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. വിരട്ടലും വിലപേശലും നമ്മൾ നടക്കത്തില്ല. രാജേന്ദ്രൻ ശക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് അവിടുത്തെ നേതാക്കന്മാർ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങളുടെ CPMന്റെ നേതാക്കന്മാർ പറഞ്ഞു പറയിപ്പിക്കുന്ന പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളുടെ സ്ഥിരം പണിയുണ്ടല്ലോ, വെട്ടിക്കൊലയും കെട്ടിത്തൂക്കും വെടിവെച്ചു കൊല്ലും, ആ പണിയൊന്നും ഇനി നടക്കത്തില്ല. കാലം വേറെയാണ്. നരേന്ദ്രമോദിയാ ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് ആ പണിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. കൃത്യമായി BJP വന്നിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അറിയാം. അദ്ദേഹത്തിന്റെ മേത്തൊരു തുള്ളി പൂഴി വാരിയിടാൻ ഇവിടുത്തെ ഒരുത്തരും സാധിക്കത്തില്ല. അതിനുവേണ്ടിയുള്ള ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാം. രാജേന്ദ്രന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വാക്കുപോരും രൂക്ഷമായിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? വിഷ്ണുപ്രിയ, രാജേന്ദ്രൻ BJPയിലേക്ക് പോയിട്ടും രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഇവിടെ അവസാനമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ വാഗ്വാദത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം ആധാരം കഴിഞ്ഞ ദിവസം MM മണി MLA നടത്തിയിരുന്ന ഒരു പ്രസ്താവനയായിരുന്നു. MM മണി വളരെ രൂക്ഷമായ ഭാഷയിൽ രാജേന്ദ്രനെ വിമർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. മൂന്നാറിൽ നടന്ന ഒരു പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ആണ് എല്ലാം നൽകിയിരിക്കുന്നത്, 3 തവണ MLA ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. രാജേന്ദ്രന് MLA ആയിരുന്നതിന്റെ പെൻഷൻ അടക്കം വാങ്ങിച്ച് തിന്നാൻ കഴിയും. അങ്ങനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിവാദമായ പ്രസംഗം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇതിനെതിരെ വിമർശനവും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ S രാജേന്ദ്രൻ തന്നെ ഇക്കാര്യത്തിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിനു മുമ്പും CPM നേതാക്കന്മാരുടെ ആരോപണങ്ങൾക്ക് രാജേന്ദ്രൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇത്തവണയും രാജേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേന്ദ്രൻ പറയുന്നു തന്നെ വെട്ടുമെന്നും കൊല്ലുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി MM മണിക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊക്കെ കേട്ട് താൻ പേടിക്കണോ എന്ന് ചിന്തിക്കേണ്ടത്, ഇല്ലെങ്കിൽ പേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് താനാണെന്നും CPMൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉയർന്നിരുന്നു വിവിധ മേഖലകളിൽ നിന്നും. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. CPMന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPIM MLA ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കാലങ്ങളിലൊക്കെ പാർട്ടിക്ക് വേണ്ടി നന്നായി പ്രയത്നിച്ച ആൾ കൂടിയാണ്.
അതിന്റെ ഗുണഫലം പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എല്ലായിടത്തും എല്ലാവരെയും വിജയിപ്പിക്കുവാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയെങ്കിൽ 140 സീറ്റുകളിലും വിജയിക്കുവാൻ കഴിയുമായിരുന്നല്ലോ, തൊടുപുഴയിൽ ഇതുവരെയും വിജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ തുടങ്ങിയിട്ടുള്ള മറു ചോദ്യങ്ങൾ കൂടി രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ചില കാര്യങ്ങൾ താൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെ ക്ഷീണമുണ്ടാക്കും, അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പറയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രാജേന്ദ്രൻ ചെയ്യുന്നത്. എന്തായിരുന്നാലും വിവാദമായ പ്രസ്താവനയ്ക്ക് രാജേന്ദ്രൻ തന്നെ എം.എം. മണിക്ക് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ BJP തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം BJPയുടെ മധ്യമേഖലാ പ്രസിഡന്റായിട്ടുള്ള എൻഹരി ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. രാജേന്ദ്രൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് BJPയിലേക്കാണ്. BJPയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നുള്ള ഒരു മറുപടിയാണ് എൻഹരി എം.എം. മണിക്ക് നൽകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിരട്ടലും വിലപേശലുകളും അതൊന്നും ഇനി വിലപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. വെടിവെച്ചു കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം അവസാനിച്ചു. ഇപ്പോൾ അതൊന്നും നടക്കില്ല. ഇതെല്ലാം പറയിപ്പിക്കുന്നത് എം.എം. മണി ഇത്തരത്തിലുള്ള വിവാദമായ പ്രസ്താവനകൾ നടത്തുന്നത് CPIM നേതാക്കന്മാർ പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് തന്നെയുള്ള ആരോപണം, ഗുരുതരമായ ആരോപണവും കൂടി എൻഹരി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നു, BJPയിലേക്ക് എത്തിയ രാജേന്ദ്രനെ തങ്ങൾ സംരക്ഷിക്കും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജമാണ്, ഇല്ലെങ്കിൽ അതിനുള്ള ശേഷി BJPക്ക് ഉണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ എം.എം. മണിക്ക് എതിരായിട്ടുള്ള ഒരു മറുപടി പ്രസംഗത്തിൽ മറുപടിയായി എൻഹരി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായിരുന്നാലും BJPയുടെ നേതാക്കന്മാരും എം.എം. മണിയുടെ പ്രസംഗം ഏറ്റെടുത്തുകൊണ്ട് അതൊരു രാഷ്ട്രീയമാക്കി നീക്കത്തിലേക്ക് നയിക്കുന്നു, ഇല്ലെങ്കിൽ അത് രാഷ്ട്രീയ വിഷയമാക്കി ചർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റ് CPMന്റെ നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. എന്തായിരുന്നാലും രാജേന്ദ്രന്റെ BJP പ്രവേശനം കഴിഞ്ഞിട്ടും CPM വിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് ഇവിടെ പര്യവസാനമില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്വാദങ്ങളിലേക്ക്, രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് രാജേന്ദ്രൻ ആ പേര് വീണ്ടും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അടക്കം CPMന്റെയും മറ്റ് BJP നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണുപ്രിയ. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.